നമുക്ക് 30 മിനിറ്റ്സ് വെച്ചിട്ട് അങ്ങനെ എടുക്കാൻ പറ്റും ലിങ്ക്. ഓ ടൈം ഷെഡ്യൂൾ അതെവിടെയാ? എന്താണ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതെവിടെയാ സെറ്റ് ചെയ്യും? ഇത് ടാക് മാംഗോ മീറ്റിംഗ് അല്ല, ഇത് ആണോ? ഫ്രീ സൂം ആയിട്ട് തേക്കുന്നത്. ഫ്രീ സൂമില് ഞാൻ എടുത്തിട്ട് പക്ഷെ അതിനകത്ത് എങ്ങനെയാ 30 മിനിറ്റ്സ് സെറ്റ് ചെയ്യണേ? ചെയ്യാമല്ലോ. ഷെഡ്യൂൾ മീറ്റിംഗ് ചെയ്യുക. നമ്മൾ അതിനകത്ത് പേരും ഡീറ്റെയിൽസും കൊടുക്കുക. ടൈമർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഹാഫ് ആൻ അവർ, 1 അവർ, 45 മിനിറ്റ്സ് ആണ് മാക്സിമം, ഐ തിങ്ക്. അത് നമുക്ക് പ്രിഫിക്സ് ആയിട്ട് അല്ല, സൂം എന്റെ പെയ്ഡാ. നമുക്ക് വേണമെങ്കിൽ 2 അവർ വേണമെങ്കിൽ ഇരിക്കും കേട്ടോ. ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ലതാണ്. കാര്യം നമ്മള് ഓരോ ക്ലയൻസ് ഒക്കെ വന്നാല് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ടൈമർ ആണെങ്കിൽ അത് കട്ടായി പോകുമല്ലോ. അല്ല മാം, അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. സാറ് നമുക്ക് ഇട്ട് തരുന്ന ഒരു സംഭവം ഉണ്ട്. ഹോൾ ഓഫ് ഫെയിമിന്റെ അവാർഡിന് ഞാൻ ഇരുന്നപ്പോ 45 മിനിറ്റ്സ് ആ 45 മിനിറ്റ്സിൽ അത് തീർന്നിരിക്കും ഹോൾ ഓഫ് ഫെയിം. അപ്പൊ സാർ ചെയ്യുന്നത് 1 2 3 ഇപ്പൊ മാം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന പോലെ തന്നെ അത് കഴിഞ്ഞാല് ഈ സെഷൻ കഴിയും. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എന്നുള്ള ലെവലിൽ തന്നെ പോകണം. അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചാൽ അവർ ആ ലിമിറ്റ് ക്രോസ് ചെയ്യില്ല. സാറേ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതൊരു 1-to-1 ലേസർ കോച്ചിങ് ആണ്. ഇവിടെ സാർ പറയുന്ന എന്റെ പേര് ഷമീറ ബുഖാരി. ഞാനൊരു ക്ലാരിറ്റി കോച്ചാണ്. അപ്പം പറയണം അവിടെ സംസാരിക്കണം. ഓക്കെ. അപ്പോ 1-to-1 ക്ലാരിറ്റി കോച്ച് സെഷനാണ്. ഇതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇത് എവിടെയും പോവില്ല. ഓക്കെ. അപ്പൊ സാറിന് ഈ ഒരു സെഷനിൽ നിന്ന് എന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഇന്ന് ആയുർവേദ ഡോക്ടേഴ്സ് ഒരുപാട് ആളുകൾ വളരെയധികം പത്തറ്റിക് ആയിട്ടാണ് ജീവിക്കുന്നത്. പേര് മാത്രമാണ് ഡോക്ടർ എന്നുള്ളത്. പക്ഷെ ലൈഫിൽ ഒരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 5000 രൂപ നീക്കി ബാക്കി വെക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഇന്നുണ്ട്. സമൂഹത്തിൽ ശബ്ദമില്ലാത്ത, ആരും ഒരു സംഘടനയോ ഒരു സംവിധാനങ്ങളോ ഇതിനു വേണ്ടി ഒന്നും സംസാരിക്കുന്നതല്ല. അങ്ങനെയുള്ള ആളുകളെ കെയർ ചെയ്യണമെന്നും അവരെ മുമ്പോട്ട് കൊണ്ടുവരണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. താല്പര്യപ്പെടുന്ന ആളുകളെ കൊണ്ടുവരണമെന്നും അവർക്ക് ഫ്രീഡം ബിസിനസ് ലൈഫ് സ്റ്റൈൽ പഠിപ്പിച്ചു കൊടുക്കണമെന്നും ഞാൻ മനസ്സ് ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഹയർ ടിക്കറ്റ് എങ്ങനെയാണ്, ഹയർ സൈഡിലേക്ക് എങ്ങനെയാണ് പോവേണ്ടത്? കാരണം ഞാൻ ഈ പറയുന്ന ആവറേജിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് മുമ്പോട്ടേക്ക് പോകാൻ ഒരു വഴിയും വേണം. ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അതിനൊരു ക്ലാരിറ്റി ഉള്ള ഒരു പാത്ത് എനിക്ക് മുമ്പിൽ വന്നിട്ടില്ല. പാത്ത് ഉണ്ട്, പക്ഷെ അതൊരു ക്ലൗഡിയാണ്. അപ്പൊ ആ ക്ലൗഡിനെസ് മാറണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് സർ അത് അച്ചീവ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദ ഗോൾ ബിഹൈൻഡ് ദാറ്റ്? എന്താണ് ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി സാറിന്റെ റീസൺ എന്താ? റീസൺ പത്തറ്റിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആയുർവേദത്തിന്റെ വിസ്ഡം. ഓരോ ആളും വന്നിരിക്കുന്ന ഒരു കസ്തൂരിമാനാണ്. ശരിക്കും ഓരോ വ്യക്തികൾ, ഓരോ ആയുർവേദ ഡോക്ടർമാരും ശരിക്കും ഒരു കസ്തൂരിമാനാണ്. പക്ഷേ ജീവിതത്തിന്റെ ആ കസ്തൂരി അറിയാതെ നടക്കുന്ന, കസ്തൂരി ഉണ്ടെന്ന് തിരിച്ചറിയാതെ നടക്കുന്ന മാൻ തന്നെയാണ് ഓരോ ആയുർവേദ ഡോക്ടർമാരും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വിസ്ഡം കിട്ടി. ഞാൻ അതിനെ എൻ്റെ പാഷനും പ്രൊഫഷനും എൻ്റെ ഒരു മുമ്പോട്ടേക്കുള്ള ജീവിതമായി ഞാൻ അതിനെ കാണുന്നു. അപ്പൊ ആ വിസ്ഡം എത്ര പേരിലേക്ക് എത്തിക്കാൻ പറ്റുന്നു
അത്രത്തോളം ഞാൻ ബ്ലസ്ഡ് ആയിട്ട് ഞാൻ കരുതുന്നു. അതാണ് എൻ്റെ ഗോൾ, അതാണ് എൻ്റെ ഇന്റൻഷൻ. ഒരു 5 ബെനിഫിറ്റ്സ് പറയാവോ അങ്ങനെ നമ്മൾ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ? ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5 ബെനിഫിറ്റ്സ്, അതായത് സർ ഇപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചാൽ, സർ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഉള്ള ഒരു 5 ബെനിഫിറ്റ്സ് എന്താന്ന് പറയാവോ? ഒന്നാമത്തത്, ആയുർവേദത്തിന്റെ ലോകം തിരിച്ചറിയാൻ തുടങ്ങും. ആയുർവേദത്തിന്റെ പൊട്ടൻസി, അതിന്റെ വീര്യം എന്താണ് എന്നുള്ളത് ലോകം അറിയാൻ തുടങ്ങും. 2, ഇന്ന് കാണുന്ന ക്രോണിക് എലമെന്റ്സ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, അതായത് പ്രമേഹം, IBS, GERD, അസിഡിക് ആയിട്ട് പെടുന്ന വിഷയങ്ങൾ, ക്രോണിക് എലമെന്റ്സ് എന്ന് ഒറ്റ വാക്കിൽ പറയാം, ബന്ധപ്പെടുന്ന അസുഖങ്ങൾ, മെന്റൽ ഹെൽത്ത് ആവട്ടെ, ഫിസിക്കൽ ഹെൽത്ത് ആവട്ടെ, ഹെൽത്തിൽ വളരെയധികം ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇവിടെ മരുന്നിനേക്കാൾ ഉപരി ആ ഡോക്ടറിന്റെ വാക്കുകൾ പോലും ഹീൽ ചെയ്യുന്നുണ്ടാവും. കൃത്യമായിട്ട് ആ പേഷ്യന്റിനെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ മരുന്നിനേക്കാൾ കൂടുതൽ ലൈഫ് സ്റ്റൈലിന് മാറ്റം വരുത്താൻ പറ്റും. 2, 3, ഓരോ ആയുർവേദ ഡോക്ടർമാർക്കും അവരുടെ ലെഗസി ബിൽഡ് ചെയ്യാൻ സാധിക്കും. അവരുടെ മുമ്പോട്ടേക്ക് തലമുറകൾ കൈമാറുന്ന ഒരു ലെഗസി ബിൽഡ് ചെയ്യാനുള്ള സാധിക്കും എന്നുള്ളതാണ്. 4, ഓരോരുത്തർക്കും ഓരോരോ അവരവരുടേതായ മരുന്നുകൾ, അവരവരുടേതായ സ്കിൽഡ് ഓറിയന്റഡ് ആയിട്ട് ഫ്രാഗ്മെന്റ്സ് ഉണ്ട്, സെഗ്മെന്റ്സ് ഉണ്ട്. ആ സെഗ്മെന്റിൽ അവർക്ക് അവരുടേതായ ഫോർമുലേഷൻസ്, കാര്യങ്ങൾ ഡെറിവേറ്റ് ചെയ്യാൻ പറ്റും. 5, ആയുർവേദം ഇന്നും ക്ലിനിക്കൽ എക്സ്പീരിയൻസിന് മരുന്നല്ല, ക്ലിനിക്കൽ മരുന്നല്ല, അത് എക്സ്പെരിമെന്റൽ മരുന്നുകളാണ്. അത് ഏത് കാലാവസ്ഥയിലെയും ഏത് കാലത്തെയും അതിജീവിക്കും. അതുകൊണ്ടാണ് 5000 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന മരുന്ന് ഇന്നും അപ്ലിക്കബിൾ ആണ്. 5000 കൊല്ലം മുമ്പ് പറയുന്ന നടക്കില്ല എന്ന് പറയുന്ന കാര്യം ഇന്നും നടക്കുന്നില്ല. ഒറ്റ വ്യത്യാസം, മരുന്ന് കൊടുക്കുന്ന രീതി, മരുന്നിന്റെ അപ്ലിക്കേഷൻ രീതികൾ, എടുക്കുന്ന ആളുകളുടെ വ്യത്യാസം, ഇത് മാത്രമാണ് അവിടെ മാറുന്നത്. ബാക്കി ഈ 5 ബെനിഫിറ്റും അവിടെ ഉണ്ടായിരിക്കും. അവർക്ക് അവരുടേതായ ഒരു ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാനും സൈമിൾട്ടേനിയസ്ലി. കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ബെനിഫിറ്റ്സ്? സോറി, 5 ഞാൻ പറഞ്ഞത്, 5 പറഞ്ഞു കഴിഞ്ഞു. വുഡ് യു ലൈക്ക് ടു ആഡ് സം മോർ ബെനിഫിറ്റ്സ്? Is there anything left? അവരുടെ ഫാമിലി മാറും. അവരെങ്ങനെയാണോ ഒരു കുട്ടീനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ ലൈഫ് മൊത്തത്തിൽ മാറും. ഇഫ് ദേ ഐഡന്റിഫൈ ദെയർ ഇന്നർ ഡയമണ്ട്. ഓക്കെ. അപ്പോ സാറിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇവിടെ പിന്നെ ഫ്രീഡം, ഒരുപാട് ആയുർവേദിക് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവര് ഒരുപാട് പാത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഡോക്ടേഴ്സാണ്. അപ്പൊ ഒരു 10,000 പോയിട്ട് 1,000 പോലും എടുക്കാനില്ലാത്ത അവസ്ഥയിൽ അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാര് ഒന്ന് കെയർ ചെയ്യണം, അല്ലെ അവർക്ക് വേണ്ട സിസ്റ്റം ബിൽഡ് ചെയ്യുക, ഫ്രീഡം ബിസിനസ് മോഡൽ അവരിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സാറിന്റെ ഒരു ഇന്റൻഷൻ. അതാണ് സാർ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് സാറിന് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പൊ അതിലേക്ക് വേണ്ട ഒരു ക്ലാരിറ്റിയാണ് സാറിന് വേണ്ടത്. ക്ലാരിറ്റി ഉണ്ട്, ആക്ച്വലി കുറച്ചൊരു ക്ലൗഡിയാണ്, കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിയാണ് വേണ്ടത്. അപ്പൊ സാർ ഇതിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാറിന്റെ ഒരു ഗോൾ, അല്ലെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, സാറിന് ആ ഒരു വിസ്റ്റം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതില്ലാത്ത ഒരുപാട് പേര് അവരുടെ ഒരു ഇന്നർ സ്ട്രെങ്ത്, അല്ലെങ്കിൽ ഒരു കസ്തൂരിമാനാണ്, അവരുടെ ഉള്ളിൽ ആ ഒരു കസ്തൂരി എവിടെയെന്ന് അറിയാതെ അവരത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇന്ന് ആയുർവേദത്തില് എക്സ്പെരിമെന്റൽ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അതായത് ആയുർവേദത്തിൽ ഓരോരുത്തർക്കും ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താ പറയാ, ഓരോരുത്തർക്കും ലെഗസി ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അസുഖങ്ങൾക്ക് ഇതേപോലെ കാണുന്ന ഹെൽത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇതിലെല്ലാം ഉപരിയായിട്ട് ഒരാളുടെ യഥാർത്ഥ പൊട്ടൻഷ്യലിൽ അവർ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി മാറും. അപ്പോൾ അവരുടെ ഒരു ഇന്നർ ഡയമണ്ടിനെ അവർക്ക് കണ്ടെത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇപ്പോൾ സാറിന് ആ ഒരു ജേർണിയിൽ
സാർ ഇപ്പം ഫ്രീഡം ബിസിനസ് ലൈഫ് സ്റ്റൈൽ അവർക്ക് ബിൽഡ് ചെയ്യാനുള്ള ഒരു ജേർണിയിൽ ഒരു 0 to 10 ആണ് ഈ ഒരു ജേർണി. 10 എന്ന് പറഞ്ഞാൽ അവരത് അച്ചീവ് ചെയ്തു, സാർ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, സാർ അവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു. 0 എന്ന് പറഞ്ഞാൽ സാർ അത് ഒന്നും ആയിട്ടില്ല ആ ഒരു സംഗതി, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ അത് അങ്ങനെ ഒരു സ്കെയിലിൽ നമ്മൾ സാറിന്റെ ഈ ഒരു ജേർണീനെ അളക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അത് എത്രയാണ് ഒരു നമ്പർ സാർ പറയാ? 4. Why not 3? because I from where I am starting, ഞാൻ എവിടുന്ന് തുടങ്ങിയോ അവിടെ നിന്ന് ഞാൻ ഇന്ന് വിലയിടുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കടന്നു വന്ന വഴികളിൽ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അവരെവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരെവിടെ എത്തണം, എവിടെയാണ് അവർക്ക് മാറ്റം വരേണ്ടത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. എത്രത്തോളമാണ് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരിക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിന് എത്രത്തോളം കഷ്ടപ്പെടണം, അവരെത്രത്തോളം കഷ്ടപ്പെടണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും മനസ്സിലാക്കലിലാണ് ഞാൻ 4 മാർക്ക് കൊടുത്തത്. Why not 5? അവരെ അൾട്ടിമേറ്റ് ആയിട്ട് അവിടെ എത്തിക്കണം. അവരൊരു 5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഒരു മാസം മന്ത്ലി മെഷർ ചെയ്യാനായിട്ട് 1 ലക്ഷം രൂപ അവർ ഒരു മാസത്തിൽ വരുമാനം കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ അവരെ ഗ്രോത്ത് എനിക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ 1 ലക്ഷം രൂപ ഒരു മാസം കഷ്ടപ്പെട്ടുണ്ടാക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് 5 മാർക്ക്. ഓക്കെ, ഐ ആം ഹാഫ് വേ ഡൺ. അത് ഒരാളിലല്ല, ഒരു മിനിമം എൻ്റെ മനസ്സിലുള്ള ഒരു കണക്ക് 20 പേരെ എങ്കിലും മിനിമം ഞാൻ അവരെ ഒന്ന് പിച്ച് ചെയ്യാൻ പറ്റി, അവരുടെ ഇന്റൻഷനെ അവരെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എനിക്ക് ഒരു ക്ലാരിറ്റി എത്തും. ഓക്കെ, സോ ഐ ആം ഇൻ റൈറ്റ് ട്രാക്ക്. ആ ഒരു ക്ലാരിറ്റി അൺക്ലിയർ ആയതുകൊണ്ടാണ് ഞാൻ 5 മാർക്ക് കൊടുക്കാത്തത്. ഇപ്പോ നമ്മൾ ഈ ഒരു 4-ൽ നിന്ന് 10-ലേക്ക് എത്താനായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ്, ഒരു 5 സ്റ്റെപ്സ് പറയാമോ? ഇനി നമ്മൾ അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സാർ ചെയ്യാനായിട്ടുള്ളത്? ഫസ്റ്റ് തിങ്, മൈ റൂട്ടീൻ, ക്ലിയർ മൈ റൂട്ടീൻ. എനിക്ക് വളരെ വളരെ വേർഡായിട്ടുള്ള ശീലങ്ങളുണ്ട്. അതായത് രാത്രി ഉറക്കം നിൽക്കുക, പകല് അൺലിമിറ്റഡ് ആയിട്ട് ഉറങ്ങുക. എനിക്ക് അൺപ്രൊഡക്റ്റീവ് ടൈംസ് ഒരുപാടുണ്ട്. ആൻഡ് ഓൾസോ വരുന്ന ട്രീറ്റ്മെന്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫിസിക്കലി ചെയ്ത് കഴിഞ്ഞാൽ ടയേർഡ് ആവും. പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂ, അങ്ങനെ ഫിനാൻഷ്യൽ ഇഷ്യൂ ഒരു സൈഡിൽ മെന്റലി പ്രോബ്ലം ആക്കും. ഒരു 2 ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ടയേർഡ് ആവും. പിന്നെ കുട്ടികളെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കി അവിടെ അൺപ്രൊഡക്റ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അൺപ്രൊഡക്റ്റീവ് ആണ്. ഇൻ ദ ബിസിനസ് എടുത്ത് നോക്കിയാൽ അങ്ങനത്തെ കുറെ റുട്ടീൻസ് എനിക്ക് ചെയ്യാതെ പോകുന്നുണ്ട് ഫിസിക്കലി. സെക്കൻഡ് തിങ്, പ്രോപ്പർ ആയിട്ടുള്ള ഈ ഒരു ഫ്രീഡം ബിസിനസ്സിനകത്ത് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ട്രാക്ക് പോകുന്നില്ല. കാരണം ഇവിടെ ടെക്നിക്കലി കുറെ പഠിക്കാനുണ്ട്, എല്ലാ ദിവസവും കുറച്ച് പഠിക്കാനുണ്ട്. കോഴ്സ് ബിൽഡിങ്ങിന് കുറച്ച് ചെയ്യാനുണ്ട്. എല്ലാ ദിവസവും കണ്ടന്റ് ക്രിയേഷനിൽ സമയം കൊടുക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുണ്ട്. ഞാൻ കോഴ്സ് കുറച്ച് നേരമെങ്കിലും വെബിനാർ സെല്ലിംഗ് ഫോർമുല ഞാൻ കാണാറുണ്ട്. ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളെ ഞാൻ നോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. സോ ഐ വിൽ റീക്യാപ്പ്, ഈ ഒരു സാധനത്തിൽ ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സമയം ഇതിനു വേണ്ടി വരുന്നുണ്ട്. 1, 2. ഈ പ്രോപ്പർ ട്രാക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആക്ഷൻ ആണെങ്കിൽ സാർ എന്താണ് അതിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്? എല്ലാ ദിവസവും കോഴ്സിന് ഇരിക്കേണ്ടതുണ്ട്. ഞാൻ കോഴ്സ് റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഒരു നല്ല മൂഡിൽ ഇരുന്നിട്ട് ഒരു 5-6 വീഡിയോസ് എടുക്കാനായിട്ട് ഇരിക്കും. വീഡിയോസ് എടുക്കും, പക്ഷെ ഞാൻ എൻ്റെ ഒരു ദുശീലം അപ്പം തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു പിടിവാശി എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട്. ആ വാശിക്ക് പുറത്തിരിക്കുമ്പോൾ 5 വീഡിയോ പോയിട്ട് 5 വീഡിയോ എടുത്തു വെക്കും, പക്ഷെ 2 വീഡിയോയെ ഔട്ടിൽ വരത്തുള്ളൂ. ഇങ്ങനൊരു വിഷയം നടക്കുന്നുണ്ട്. കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഓക്കെ, ഇത് എടുത്താൽ നന്നായിരിക്കും, ഒരു 2 വട്ടമെങ്കിലും എടുത്തു നോക്കും. ചില ദിവസം നല്ല, അതായത് മൂഡ് സ്വിംഗ് പോലെയാണ്. ഒരു ദിവസം നല്ല മൂഡിലിരിക്കുമ്പോൾ 3 വീഡിയോസ് എടുത്ത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം തരും. ഒരു ദിവസം മൂഡ് ഭയങ്കരമായിട്ട് ഡൗൺ ആവും.
അപ്പൊ ഫിനാൻസ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ആ മൈൻഡിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഡിസ്റ്റർബ് ആവും. അങ്ങനെ ഒരു ക്ലാരിറ്റി പോകും. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ബ്ലാങ്ക് ആയി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത സ്വഭാവ പരിപാടികൾ കാണിക്കുന്ന ദിവസങ്ങളും ഉണ്ട്. മൂന്നാമത്തത് പ്രോപ്പർ ട്രാക്ക് എന്ന് പറയുന്നതിൽ ഒരു കോഴ്സിന് നമ്മൾ ഇരിക്കേണ്ടതായിട്ടുണ്ട്. എത്ര ടൈമാണ് ഒരു ദിവസം നമ്മൾ ഒരു കോഴ്സിന്റെ കാര്യത്തിന് ഇരിക്കേണ്ടത്? അപ്രോക്സിമേറ്റ്ലി എനിക്കൊരു 3 hours ഇരിക്കേണ്ടി വരും ഡെയിലി. ഡെയിലി. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എവിടെയോ വിട്ടുപോയി. ഞാൻ പറഞ്ഞതില് ഇറ്റ്സ് ഒന്ന് ഫൈൻ, ഇറ്റ്സ് ഫൈൻ. രണ്ട് കാര്യം പറഞ്ഞത്, ഒന്ന് നമുക്കൊരു പ്രോപ്പർ റുട്ടീൻ വേണം എന്നുള്ളതാണ്. അപ്പോ എന്താ പറയാ, ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിയുന്ന സമയത്ത് മെന്റലി ടയേർഡ് ആയിട്ട് പോകുന്നുണ്ട്, കുറെ അധികം ഇഷ്യൂസ് നമുക്കുണ്ട്. അപ്പൊ അതുമായിട്ട് അതുകൊണ്ട് ഒരു റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നമുക്കൊരു പ്രോപ്പർ ട്രാക്ക് വേണം. അപ്പൊ അതിൽ സാർ പറഞ്ഞത് കോഴ്സ് ക്രിയേഷൻ ആവശ്യമുണ്ട്. കോഴ്സ് ക്രിയേഷൻ യൂഷ്വലി നമ്മൾ ചിലപ്പോൾ ചെയ്യും, മൂഡ് അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. അപ്പോൾ നമുക്ക് ശരിക്കും ഡെയിലി ഒരു 3 hours നമ്മൾ കോഴ്സ് ക്രിയേഷന് വേണ്ടിയിട്ട് തന്നെ മാറ്റിവെക്കണം ഡെയിലി എന്നുള്ളതാണ്. ഓക്കെ. മൂന്നാമത്തത് എന്താണ്? ഒരു 5 കാര്യമാണ് നമുക്ക് ഈ 4-ൽ നിന്ന് നമ്മളൊരു 4.5-ലേക്ക് എത്തണം, അല്ലെങ്കിൽ 4.1-ലേക്ക് എത്തണമെങ്കിൽ എടുക്കാനുള്ള ഒരു 5 കാര്യം. അഡ്വർടൈസ്മെന്റ് എടുക്കണം. ഞാൻ എല്ലാം ഒരു നാളെ 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 എന്ന് പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പോസ്റ്റർ മാത്രമാണ് പരത്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാളെ തള്ളി വെക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് ഫീഡ് ചെയ്തിരുന്ന ഒരു സാധനമാണ്. കാരണം കുറച്ച് എവിടെയോ ഒരു പെർഫെക്ഷനിസം ഉണ്ട് മനസ്സിൽ. ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കണം, പ്ലാനിങ് എല്ലാം നടക്കും, പക്ഷെ അവസാനം പ്രൊഡക്ടിവിറ്റിയിൽ 0. അപ്പൊ ഞാൻ ഒരു 3 ആഴ്ച മുമ്പ് പ്ലാൻ ചെയ്ത ഒരു അഡ്വർടൈസ്മെന്റ് ഇപ്പോഴും എടുത്തിട്ടില്ല. അത്രയും മെന്റൽ ബ്ലോക്ക് അവിടെ ഉണ്ട്. ഇങ്ങനെയാണോ, ഇങ്ങനെ എടുക്കേണ്ടതാണോ? ആഡ് ഇടണം അല്ലെ? അഡ്വർടൈസ്മെന്റ് ഇടണം. പോയിട്ടില്ല. 4-മത്തെ കാര്യം എന്താണ്? സിസ്റ്റം ബിൽഡ് ചെയ്യും, കണക്ട് ചെയ്യുക. അത്യാവശ്യം നമ്മൾ ഈ പാബ്ലി ഇന്റഗ്രേഷൻ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്, പക്ഷെ അത് പഠിക്കാനായിട്ട് ഇരിക്കുന്നില്ല. ടെക്നിക്കലി പാബ്ലി ഇന്റഗ്രേഷൻ വരുന്നുണ്ട്, ഈ ടാക് മാംഗോ ആയിട്ടുള്ള കണക്ടിവിറ്റി വരുന്നുണ്ട്, ലീഡ്സ് ഓട്ടോമേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ചെറുതാണെങ്കിലും അത് ഇപ്പോഴേ നോക്കിയാൽ അത് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. വാട്ടിയാണെങ്കിലും നമ്മൾ കുറച്ച് സമയം കൊടുത്താൽ അത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ ആവശ്യം വരുന്ന സമയത്ത് തപ്പിയാൽ കിട്ടില്ല എന്നുള്ള ഒരു ബോധ്യമുണ്ട്. പക്ഷെ അതിനും ഈ പറഞ്ഞ സമയം കൊടുക്കുന്നില്ല. ഇത് ഈ മൊത്തത്തിൽ നോക്കിയാൽ പഠിക്കേണ്ട സമയം കൂടുതലാണ്, ചെയ്യേണ്ട സമയം കുറച്ചു. അപ്പൊ ഞാൻ ഒരു രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഇത് മൊത്തത്തിൽ എൻ്റെ മനസ്സിൽ കൂടെ ഓടും, ബ്ലാങ്ക് ആയി പോകും പെട്ടെന്ന്, പിന്നെ നടക്കുന്നില്ല. പിന്നെ 5-മത്തെ കാര്യം എന്താണ്? ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു. 4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. അതായത് നമ്മൾക്കൊരു റുട്ടീൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രാക്ക്. ഇപ്പൊ കോഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള അതാണെങ്കിൽ ഒരു ട്രാക്ക് നമ്മൾ കറക്റ്റ് പിടിച്ചിട്ട് ഡെയിലി ഒരു 3 മണിക്കൂർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. പിന്നെ നമ്മളൊരു സിസ്റ്റം ബിൽഡിങ്ങിനായിട്ട് എല്ലാത്തിനകത്തും കോമൺ ആയിട്ട് വരുന്ന പഠിക്കുക എന്നുള്ളൊരു സംഗതി അതിനകത്ത് വരുന്നുണ്ട്. ടെക്നിക്കലി ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ പഠനം എന്നുള്ളൊരു സാധനമൊക്കെ വരുമ്പോഴത്തേക്ക് രാവിലെ തന്നെ ഇത്രയും പഠിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ബ്ലാങ്ക് ആയിട്ട് പോകും. ഓക്കെ. അപ്പോ നമുക്ക് ഇത്രയൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്കൊരു ഒറ്റച്ചാട്ടമൊന്നും ചാടണ്ട. ഒരു 0.1-ലേക്ക് ഒരു ബേബി സ്റ്റെപ്പാണ് നമുക്ക് ഇവിടെ വെക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ സർ എടുക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഒരു കാര്യം എന്തായിരിക്കും സർ ചെയ്യുന്നത്? ഈ റുട്ടീൻ ഒന്ന് എഴുതി വെക്കും. റുട്ടീൻ എപ്പോഴാ എഴുതാൻ പോണേ? ഇന്ന് എഴുതാം, ഇപ്പൊ എഴുതാം. ഇപ്പൊ എന്ന് പറയുമ്പോ 3 മണി. അത് IST ആണോ EST ആണോ? IST. ഇത് എഴുതിയെന്ന് നമ്മൾ എങ്ങനെയാ അറിയണേ? എഴുതാം, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഗ്രൂപ്പിൽ പോസ്റ്റ്. ഓക്കെ.
അപ്പോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും, ഇന്ന് പോസ്റ്റ് ചെയ്യും. അത് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഒന്നും കൂടെ മോഡിഫൈ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? 3 മണിക്ക് പോസ്റ്റ്. എല്ലാ ദിവസവും കുഴപ്പമില്ല. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യണം അല്ലേ? റുട്ടീൻ്റെത് ഫോളോ ചെയ്യണം. ഇത് ഫോളോ ചെയ്യുന്നുണ്ടോന്ന് എങ്ങനെയാ അറിയാം? എല്ലാ ദിവസവും ഒരു റുട്ടീൻ എഴുതിയിടണം എന്നാണോ, അതോ ചെയ്യുന്നു എന്ന് പറയണം? ചെയ്തു, നമുക്കത് ആക്ഷൻ ആണ് ആവശ്യം. മനസ്സിലായി. അതെങ്ങനെയാ നമ്മൾ അറിയാം റുട്ടീൻ ഫോളോ ചെയ്തോ എന്നുള്ളത്? ചെയ്ത കാര്യങ്ങളെ മൊത്തത്തിലൊന്ന് മൊത്തത്തിലൊരു ഗോൾ ബുക്ക് പോലെ എഴുതിയാൽ മതിയോ? ഇന്ന് ചെയ്ത കാര്യങ്ങൾ, ഇന്ന് ഇത്രയും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തു, ടാസ്ക് 1, 2, 3 എഴുതിയിട്ട് ലാസ്റ്റ് ഫൈനൽ ഡേ ആയിട്ട് 15 ദിവസം നമുക്ക് മുമ്പിലുണ്ടല്ലോ, 15-20 ദിവസം മുമ്പിലുണ്ട്, അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടാ മതിയോ? ഡെയിലി ഒരു ഡെയിലി നമുക്ക് ട്രാക്ക് പ്രോഗ്രസ് പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു അക്കൗണ്ടബിൾ ആയിട്ട് ഒരാളുണ്ട്. നമ്മളിപ്പോ നമ്മളോട് ഇവിടെ ഇരുന്ന് പറഞ്ഞു കാര്യം ശരിയാണ്, നമ്മളോട് പറയുന്ന പ്രോമിസുകളിലേക്കാളും നമുക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഉണ്ടായി കഴിഞ്ഞാൽ നടക്കും. ഹു ഈസ് യുവർ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ? ഷമീറ മാം ആയിക്കോട്ടെ, കാരണം ഞാനും ഹിലാലും ഏകദേശം രാവിലെ എണീക്കുന്ന കാര്യത്തിലൊക്കെ ഓക്കെ. ഞങ്ങൾ അപ്പൊ എത്ര മണിക്കാണ് ഡെയിലി പോസ്റ്റ് ചെയ്യുക? എത്ര മണിക്കാണ് ഡെയിലി പോസ്റ്റ് ചെയ്യുക? 6 PM. അപ്പൊ 6 PM അത് പോസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ നടപടിയാണ്, എന്തൊക്കെയാണ് ആക്ഷൻ എടുക്കുന്നുണ്ടാവുക? PM പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ചെയ്ത കാര്യങ്ങളെ ആദ്യമേ റുട്ടീൻ ആക്കുക, അതിനൊരു ടൈം ഉണ്ടാക്കുക, ആ ടൈമിൽ ചെയ്തു. ആ സമയങ്ങളിൽ ഞാൻ ഫോൺ ഉപയോഗിക്കാതെ മാറ്റി വെച്ചാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് 5 മണിക്ക് ശേഷം മാത്രമേ ഫോൺ എടുക്കുന്നതിന് തീരുമാനിച്ചാൽ ഈ പ്രശ്നം നടന്നു. ഞാൻ ഫോൺ എടുത്താലാണ് ഈ ഉള്ള പ്രോബ്ലം മൊത്തം നടക്കാത്തത്. അൺവാണ്ടഡ് സർഫിങ്ങിന്റെ പുറകെ പൊക്കോണ്ടിരിക്കും. ഓക്കെ. അപ്പോ നമ്മള് റുട്ടീൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു, ഇതാണ് നമ്മൾ എടുക്കുന്ന ഒരു ആക്ഷൻ കേട്ടോ. അത് എല്ലാ ദിവസവും 6 മണിക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അതിനെന്ത് ചെയ്യാം? നമുക്കൊരു അലാം വെക്കാം. അലാം വെച്ചിട്ട് ആ സമയത്ത് കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം, പറയുന്ന കാര്യം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മുടെ കോച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് കൂടെ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, ഇത് ഒരുവിധം എല്ലാവർക്കും ഉള്ള ഒരു ഇഷ്യൂ ആണ്. ആക്ഷൻ എടുക്കാൻ എല്ലാ ട്രാപ്പും കിടക്കുന്നത് ആക്ഷനിലാണ്. ചിന്തിക്കുക, പ്ലാൻ ചെയ്യണമെന്ന് ഒരു പ്രശ്നമില്ല. ആക്ഷൻ എടുക്കുന്നതിനകത്താണ് നമുക്ക് ട്രാപ്പ്, മെന്റൽ ട്രാപ്സ് ആണത്. ഇത് ഈ ആക്ഷൻ എടുക്കാൻ പറ്റാതെ പോസ്റ്റ്പോൺ ചെയ്ത് പോകുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലെ ഫാൾട്ടി ബിലീഫ് സിസ്റ്റം കാരണമാണ് പ്രൊക്രാസ്റ്റിനേഷൻ വരുന്നുണ്ടാവുക. പ്രൊക്രാസ്റ്റിനേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ഇതല്ല, എന്താ പറയാ, ഒരു കുഴപ്പം മടി കൊണ്ടൊന്നുമല്ല. എവിടെയോ ഒരു സാധനം ചൈൽഡ്ഹുഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രവീൺ സർ തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ അഫർമേഷൻസ്, ബിലീഫ് സിസ്റ്റം അത് കറക്റ്റ് സ്ട്രോങ് ആക്കുക. ബിലീഫ് സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റുട്ടീനാണ് ഇപ്പൊ ചൂസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഇന്നർ വർക്കില്ലേ, മെഡിറ്റേഷൻ, വർക്കൗട്ട് ചെയ്യുക, സേവേഴ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ നമ്മുടെ എനർജി ഓക്കെ ആകും. പിന്നെ അക്കൗണ്ടബിൾ. കുഞ്ഞിന് എത്ര വയസ്സായി? 1.5 വയസ്സോ? അവനിപ്പോ 6 വയസ്സ്. 6 വയസ്സ്. അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ആക്കാൻ നല്ലത് മക്കളാണ്. അച്ഛൻ ഫോൺ എടുക്കില്ല മോനെ, ഇനി ഫോൺ എടുത്തു കഴിഞ്ഞാൽ മോനെ അനുവദിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും ഭംഗിയായിട്ട് അവരത് ചെയ്യും. അപ്പൊ വീട്ടിലൊരു AP വേണമെന്നുണ്ടെങ്കിൽ, കാര്യം അവര് കുറ്റമൊക്കെ പറയും, പക്ഷെ അവര് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ലേസർ കോച്ചിങ് എന്ന് പറയുന്ന സാധനം. കറക്റ്റ്
നമ്മൾ ഈ ഒരു ഇന്റൻഷൻ ഗോൾ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു ഇവാലുവേറ്റ് എന്ന് പറയുന്ന സാധനം നെക്സ്റ്റ് വീക്ക് നമ്മളൊന്ന് ഇരുന്നിട്ട് പിന്നെ ഡിസൈഡ് ചെയ്ത കാര്യം കറക്റ്റ് ആയിരുന്നു, ഡൂവബിൾ ആയിരുന്നോ, ആക്ഷനബിൾ ആയിരുന്നോ, എടുത്തു കഴിഞ്ഞപ്പോ പ്രശ്നമുണ്ടോ, മാറ്റങ്ങൾ എന്തെങ്കിലും റീഅഡ്ജസ്റ്റോ റീഫോക്കസോ ചെയ്യണോ എന്നുള്ളതാണ് ഈ സാധനം വരെ. ഇപ്പൊ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയാണ് അതിന്റെ ഒരു എഫക്റ്റ് എന്താണ്? ആ ക്ലൗഡീസ് കുറച്ചുകൂടെ ക്ലിയർ ആയി. മഞ്ഞ് പിടിച്ച കണ്ണട നമ്മളൊന്ന് തൂത്ത് വൃത്തിയാക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ക്ലാരിറ്റിയോ? ക്ലാരിറ്റി. സെക്കൻഡ് തിങ്, കുറച്ചുകൂടെ ഇൻസ്പിറേഷൻ ആണ്. കാരണം അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ കൊച്ചിനെ ആക്കാം. ഇതെന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. വൈ കാണ്ട് യു ട്രെയിൻ? അപ്പോൾ ലൈക്ക് അതൊരു ഗൈഡൻസിൽ കിട്ടിയ പോലെ എനിക്ക് തോന്നി. 2, 3, ഞാനിപ്പോ പറഞ്ഞത് മൊത്തം ജെന്യുവിനാണ്. ഒരു പോയിന്റ് പോലും ഞാൻ അതിനകത്ത് കള്ളത്തരം വെക്കാൻ നോക്കിയില്ല. അതാണ് 3. 4, ആ പറഞ്ഞതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി വാട്ട് ഈസ് മൈ പ്രോബ്ലം. വൈഫാണേലും പറഞ്ഞിട്ടുണ്ട്, മിസ്സസ് ആണെങ്കിലും പലതവണയും പറഞ്ഞിട്ടുണ്ട്, യുവർ ഫോൺ ഈസ് ഗോയിങ് ടു ബി ഡേഞ്ചർ ഫോർ യു. അത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു ലൈക്ക് കിട്ടുന്നുണ്ടോ, എത്ര റീച്ച് കിട്ടുന്നുണ്ട്, അനലിറ്റിക്സ് എന്താണ്, നോട്ടിഫിക്കേഷൻ വന്നോ, ഞാൻ ഈ ചുരുളിക്കകത്ത് പെട്ടുപോകുമായിരുന്നു. സോ ഐ തിങ്ക് ഇപ്പൊ വിളിച്ചപ്പോഴാണെങ്കിലും 2 കോള് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മാനേജ് ചെയ്യാൻ വേറെ ആളില്ല. അപ്പൊ നമ്മൾ അതിലേക്ക് പോയാൽ ഡോപ്പമിൻ കയറി അവിടെ തന്നെ കറങ്ങി കളിക്കുന്ന ഒരു സിറ്റുവേഷൻ നടക്കുന്നുണ്ടായിരുന്നു. സോ അതൊരു റിയലൈസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ബ്രേക്ക് ത്രൂ കിട്ടി. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് സോ. ആൻഡ് രാവിലെ പറഞ്ഞ മെഡിറ്റേഷൻ കാര്യങ്ങൾ, അത് എനിക്കൊരു കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി. ബിക്കോസ് ഞാൻ റൈക്കി പഠിച്ചിട്ടുണ്ട് പണ്ട്. അപ്പൊ അത് ഞാൻ വളരെ ഒന്നും ചെയ്യാതെ വിട്ട് കളഞ്ഞിരിക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പൊ അതോടെ ഒന്ന് പൊടി തട്ടി എടുക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ആൻഡ് ഒന്ന് ചെയ്തു പിടിച്ചാൽ ചിലപ്പോൾ രക്ഷപിടിക്കാൻ ആ ക്ലാരിറ്റി കിട്ടി. ഞാൻ ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഒരു ആൻസറും തന്നിട്ടില്ല. ഞാൻ കോച്ചിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. അതിന് മുമ്പ് ഒരിക്കലും ഞാൻ ചോദ്യങ്ങൾ മാത്രമാണ്, ആൻസർ പറയാനുള്ള സപ്പോർട്ട് മാത്രമാണ് തന്നുകൊണ്ടിരുന്നത്. ഇതിനകത്ത് വന്നൊരു കാര്യം വെച്ചാൽ ഒരു ഡിറ്റർമിനേഷൻ, ഒരു കറേജ് വന്നു, ഒരു ക്ലാരിറ്റി വന്നു, ആൻഡ് സെൽഫ് ബിലീഫിൽ തന്നെ ഇപ്പൊ നമ്മൾ ആ ഒരു അളക്കുന്ന സമയത്ത്, സ്കെയിലിൽ അളക്കുന്ന സമയത്ത് ഐ ഹാവ് കം ദിസ് ഫാർ, ഞാൻ ഇത്രയും ദൂരം വന്നിട്ടുണ്ട്, ഓൺലി ഇത്രേ പോവാനുള്ളൂ എന്നുള്ള ഒരു സംഗതി നമുക്ക് അതിനകത്ത് വരും. ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ആകുന്നതാണ്. ഇത് വർക്കൗട്ട് ആകുന്ന വെച്ചാൽ എന്റെ കൂടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അനൂപ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ടായിരുന്നു. അവൻ പിന്നെ കൗൺസിലിംഗ് പഠിച്ചിട്ടുണ്ട്, സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഫാർമസിയിൽ വർക്ക് ചെയ്യും. രാത്രിയിലും പകലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരാളായിരുന്നു. ലീവ് എടുക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നങ്ങളിൽ നിന്നാണ്. അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം അവനോട് എനിക്ക് ഡെമോൺസ്ട്രേഷൻ, എനിക്ക് ഇത് കിട്ടണമല്ലോ, ഗിനിപ്പന്നികൾ കിട്ടണമല്ലോ. ഞാൻ അവനോട് പറഞ്ഞു ഒരു സെഷൻ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രീ ആയിട്ടൊരു സെഷൻ കൊടുത്തു. ഒറ്റ സെഷനോട് അവന്റെ ലൈഫിൽ വന്ന മാറ്റം എന്താന്ന് വെച്ചാൽ ആള് ഡിസിഷൻ എടുത്തു, അതുവരെ എടുക്കാത്ത ഡിസിഷൻ എടുത്തു. കൗൺസിലിംഗിന് ചാർജ് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് വീക്ക് അവൻ 30,000 വാങ്ങിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നു. എനിക്ക് 2 പിന്നെ ഡ്രസ്സാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്, 5-6 ബുക്സ് വാങ്ങിച്ചിട്ട് വന്നു. അതിൽ പെട്ട ബുക്കാണിത്, അതിൽ പെട്ടൊരു ബുക്കാണിത്, കുറെ ബുക്സ്. ഇത് അവൻ ഗിഫ്റ്റ് തന്നതാണ്. കാര്യം ഞാൻ വിചാരിച്ചിട്ടാണ് അവന് ആ ഒരു ക്ലാരിറ്റി. ജോലി വിട്ടു, റിസൈൻ ചെയ്തു, പുതിയ ഓഫീസ് എടുത്തു. അതായത് ഒരു കറക്റ്റ് പിക്ചർ വരുന്ന സമയത്ത് പിന്നെ ഇംഗ്ലീഷ് പറയില്ലായിരുന്നു, ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങി. ഇപ്പൊ അനൂപ് സവതാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസ് അവിടെ കിടക്കുന്നുണ്ട്. അവൻ ലോങ് ടേമിൽ അവന്റെ ഒരു സംഗതിയിലേക്ക് അവനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതാണ്. അപ്പോ താങ്ക് യു. അപ്പൊ ഇതിന്റെ പവർ അതാണ്. ഇപ്പൊ നമ്മളെടുത്തപ്പം നിങ്ങൾക്ക് എടുത്തു വരുന്ന ഒരു ക്ലയന്റ് ആണെങ്കിൽ, ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിൽ, അവരെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു ടൈമാണ്. നിങ്ങൾക്കത് പെയ്ഡായിട്ട് ചെയ്യാം. പെയ്ഡായിട്ട് ചെയ്യുന്ന സമയത്ത് ആക്ഷൻ അക്കൗണ്ടബിൾ ആവുന്ന സമയത്ത് നമുക്ക് അവര് മെസ്സേജ് ചെയ്യണം. അവരെടുക്കുന്ന ആക്ഷൻ അവർ നമുക്ക് മെസ്സേജ് ചെയ്യും. അപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞു, സാർ അയക്കണം. അഥവാ സാർ 1-2 ദിവസം അയച്ചിട്ടില്ലെങ്കിൽ മാത്രം എന്റെ മൈൻഡിലെ സാധനം ഉണ്ടാകും. പക്ഷെ ഞാൻ ഒരിക്കലും ചോദിക്കില്ല, ചെയ്തോന്ന് ഞാൻ ചോദിക്കില്ല, ചെയ്തോന്ന് ഞാൻ പറയില്ല. കാര്യം നമ്മൾ മുതിർന്ന വ്യക്തികളാണ്, ഡിസിഷൻ ടേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്, ആക്ഷൻ ടേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്, എന്തും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ എടുക്കും. ആക്ഷൻ എടുത്താൽ ലൈഫ് മാറും.
അല്ലെ? ഇപ്പം ഒറ്റ കാര്യമാണ്, റുട്ടീൻ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ റുട്ടീൻ ചേഞ്ച് ചെയ്ത് മൊബൈൽ മാറ്റി വെച്ച് സാർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന ടൈമിൽ സാർ ചെയ്യുന്ന മുഴുവൻ വർക്കും സാറിന് ആവശ്യമുള്ള ക്ലാരിറ്റിയോടെ ചെയ്യും. അതൊരാഴ്ച കണ്ടിന്യൂസ് അതേപോലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആകും. നമ്മൾ ഹെൽപ്പ് എടുക്കുന്നുള്ള ഒരു കാര്യമാണ് അല്ലെ? ഹിലാലിന് 2 കൊടുക്കാനുള്ള ചാൻസ് അവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. ഹിലാലിന് സാറിന് ശരത് സാറിന് 2 കൊടുക്കാനുള്ള എന്തൊക്കെയോ സാധനങ്ങൾ കണ്ടിരുന്നു ഞാൻ വിചാരിച്ചു ഹിലാലിനോട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ കോച്ചിങ് കിട്ടിയിട്ട് വിചാരിച്ചിരുന്നതാണ്. അല്ല, എനിക്ക് ശരത് സാറിന് പറയാനുള്ളത്, എനിക്ക് ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ 4 ഡേയ്സ് മീറ്റിങ്ങിന് ശേഷം എനിക്ക് വന്നൊരു മാറ്റമുണ്ട്. ശരത് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതാണ് സാറിന്റെ പ്രശ്നമെങ്കിൽ 3 ഡിലീറ്റ് ചെയ്യുക. ഞാൻ ആ 4 ദിവസം പ്രോഗ്രാമിൽ എനിക്ക് പ്രവീൺ സാറിന്റെ കൂടെ നിന്ന് പോയിട്ടാണ് ഞാനത് 4 ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഞാൻ ചോദിച്ചു, സാറ് ടെലിഗ്രാം, എടാ അത് വേണ്ട, അതിലാ നമ്മുടെ മെസ്സേജ് വരുന്നത് സാർ പറഞ്ഞു, പ്രവീൺ സാർ പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ ഇന്ന് 22-ാം തീയതി ആണെന്ന് തോന്നുന്നു, ഏകദേശം 50 days ആയി എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, യൂട്യൂബ് ഇല്ല. അപ്പം എന്റെ ഏറ്റവും വലിയ പ്രശ്നം, എന്റെ വൈഫ് എന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ആദ്യം നിങ്ങൾ റീൽസിൽ നിന്ന് വെളിയിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോ അതിൽ നിന്ന് ഞാൻ വെളിയിൽ വന്നു. ലാസ്റ്റ് 50 days ഇപ്പോ എന്റെ കഴിഞ്ഞ ഒരു 8 വർഷങ്ങളായിട്ടുള്ള സ്വപ്നങ്ങൾ, ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഞാൻ അതിനു വേണ്ടി, ഇപ്പൊ ഞാൻ ആക്ച്വലി നമ്മുടെ കാൽസോണിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള റിസ്വാൻ എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അവന്റെ സ്റ്റുഡിയോയിലായിരിക്കുന്നത്. അപ്പോൾ എന്റെ കമ്പനി റിലേറ്റ് ചെയ്തിട്ടുള്ള ബില്ലുകൾ കാര്യങ്ങളെല്ലാം ഞാനിവിടെ അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ആക്ഷൻസ് ഞാൻ എടുക്കാൻ തുടങ്ങിയത് ആ സാധനം അങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴാണ്. അപ്പം എനിക്ക് സാറിനോട് പറയാനുള്ളത്, സാറിന് ലൈക്ക് എത്ര കിട്ടി, ഷെയർ എത്ര കിട്ടി എന്നുള്ളത് അങ്ങോട്ട് മറക്കുക. അത് നോക്കണമെങ്കിൽ സാർ ലാപ്പിൽ കണക്ട് ചെയ്യുക. അവിടെ കണക്ട് ചെയ്തിട്ടിട്ട് അതാകുമ്പോൾ എപ്പോഴും നമ്മൾ പോയി അവിടെ ഇരുന്ന് തോണ്ടത്തില്ല. എന്നിട്ട് അത് ഇല്ലേ സാർ ഒരു കാര്യം ചെയ്യാം, അതിനെ നോക്കാനായിട്ട് ഒരു ദിവസം 10 minutes, 5 minutes, 3 മീഡിയയും കൂടെ ടോട്ടൽ 15 minutes. അത് കഴിഞ്ഞാൽ ഞാൻ നോക്കില്ല എന്ന തീരുമാനം എടുക്കാം. ഇത് എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ലാസ്റ്റ് 15, നമ്മുടെ 4 ദിവസത്തെ വർക്ക്ഷോപ്പിന് ശേഷമുള്ള എന്റെ ലാസ്റ്റ് ഒരു 50 ദിവസം ഉള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. ഞാൻ ഈ സാധനം ഇപ്പൊ ഉപയോഗിക്കാറില്ല. ഞാൻ അപ്പൊ അതിന് വരെ ചേർന്ന് ഞാൻ നേരെ കാൽസോണിലെ ഫീഡിൽ പോയി ആർക്കെങ്കിലും ഒരു കമന്റ് ഇടും, ഒരു ലൈക്ക് കൊടുക്കും. അപ്പൊ ഒരു വീഡിയോ കാണുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടും. ഇതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സോഷ്യൽ മീഡിയയുടെ അതിന് പകരം കാൽസോൾ കൊണ്ടുവന്ന് ഞാൻ എവിടെ കൊണ്ടുവച്ചു, ടെലിഗ്രാമിന്റെ വാട്സപ്പിന്റെ ഒക്കെ കൂടെ അയക്കാണ്ട് കൂടെ അവിടെ വെച്ചു. അപ്പൊ സേഫായി. അങ്ങനെ കയറണമെന്നൊരു ദൂരം വന്നാൽ നേരെ കാൽസോളോട്ട് പോവാം. അവിടെ ഫീഡിൽ പോയി ഡയമണ്ട്സിൽ ആരും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ലെ ഫോട്ടോലൈനിൽ ആരും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, വീഡിയോ ചലഞ്ച് ആരും എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയുന്നുണ്ടോ, അത് കയറിയാന്ന് കേട്ട് ഒരു കമന്റ് എടുത്ത് ലൈക്ക് അടിക്കുക, ആ സന്തോഷം. എന്നിട്ട് എന്തെങ്കിലും അവിടെ പറയാനുണ്ട്, ഒരു വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തങ്ങ് പറയാം. എനിക്ക് തരാനുള്ളൊരു സജഷനാണ്. കാരണം ഞാൻ ഇത് ഒഴിവാക്കിയതിന് ശേഷം, ഇപ്പൊ മാം പറഞ്ഞ സംഭവം, ഞാനൊരു ഷീറ്റിലാണ്, ഗൂഗിൾ ഷീറ്റ് എടുത്തിട്ട് രാവിലെ 5 മണി തൊട്ട് 8 മണി വരെയുള്ള ടൈം എന്റെ ബ്ലാങ്ക് ഇപ്പോഴും ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല. കാരണം എഴുന്നേക്കത്തില്ല. ഒരു 9 മണി വരെയുള്ള വർക്ക് ഏകദേശം രാത്രി 10 മണി വരെയുള്ളത് ഞാൻ സ്കെഡ്യൂൾ ചെയ്തു. അത് എന്റെ മീറ്റിങ്ങുകൾ, എന്റെ സ്റ്റാഫുമായിട്ടുള്ള മീറ്റിങ്ങുകൾ, ഓരോ സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള മീറ്റിങ്ങുകൾ, എല്ലാത്തിനുള്ള ടൈം. അപ്പം ഇനി 2-3 കാര്യങ്ങൾക്കുള്ള ടൈം ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്തിട്ട് എന്റെ കലണ്ടറിൽ വീണ്ടും ഒന്ന് റീസെറ്റ് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ടൈമായി. അതിലാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഈ വെളുപ്പിനത്തെ ടൈം കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. അതുകൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാം പറഞ്ഞ പോലെ ഞാൻ മനസ്സിലാക്കുന്നു, വിത്തിൻ 3 to 6 months ഞാനും എന്റെ വൈഫും 1 CR അച്ചീവ് ചെയ്യും. മനസ്സിലായോ? അപ്പോ സാധനം ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അതിന് ഇപ്പൊ എനിക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഷെമിറ മാമിന്റെ വെബിനാറിൽ എന്റെ വൈഫിനെ ഒന്ന് അറ്റൻഡ് ചെയ്യിക്കണം. അവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് ലൈനപ്പായ സെറ്റാണ്. ശരത് സാറ്, പിന്നെ ഇത് ഒരു പെർഫെക്ഷനിസ്റ്റ് ഉണ്ട് ഉള്ളില്. അപ്പൊ ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മള് നമ്മളോട് ലോകത്തുള്ള സകല മനുഷ്യരോടും നമ്മൾ കൈൻഡ് ആകും, നമ്മൾ നമ്മളോട് കൈൻഡ് ആവുന്നില്ല. അപ്പൊ 10 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വിചാരിച്ചു, ചിലപ്പോൾ ചില ദിവസം നമുക്ക് 2 കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒന്ന് നമ്മുടെ എനർജി, അപ്പം ലേഡീസിന് കുറച്ചുകൂടെ കൂടുതലാണ്, എങ്കിലും മനുഷ്യരാണ്, നമ്മളുടെ എനർജി എല്ലാ ദിവസവും ഒരുപോലെ നിൽക്കില്ല. അപ്പോ എനർജി നമ്മൾ നോക്കുക, എനർജി മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ നമ്മൾ ഇടയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഫാമിലി, കുട്ടികള്, ഇങ്ങനത്തെ സംഗതിയുടെ ഒക്കെ അപ്പുറത്തേക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്.
അത് കറക്റ്റ് ആയാൽ മാത്രമേ ബാക്കിയുള്ളതെല്ലാം നടക്കുള്ളൂ. അപ്പോൾ യു ഹാവ് ടു പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. കുളിച്ച് കുട്ടപ്പനായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഇട്ട് ഇറങ്ങുന്നതിലുപരി നമ്മുടെ ഒരു സോളുണ്ട്, നമ്മൾക്ക് ശരിക്കും ആവശ്യമുള്ള ചില കാര്യങ്ങൾ. അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡിലോട്ട് പോവുക. എന്നിട്ട് ചൈൽഡിഷ് ആവാതെ ചൈൽഡ് ലൈക്ക് ആയിട്ട് നിൽക്കാൻ പറ്റും. ചൈൽഡ് ലൈക്ക് എന്ന് പറയുന്നത് ഒരു എന്തൂസിയാസം ഉണ്ടാകും, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. സോ റീകണക്ട് വിത്ത് ദാറ്റ് സെൽഫ്. ആ ഒരു സംഗതി, ആ ഒരു കുട്ടിയായിട്ട് നമ്മൾ റീകണക്ട് ചെയ്യുമ്പോൾ ഈ സെൽഫ് ക്രിറ്റിസിസം ഒരുപാട് കുറയും. ഇപ്പോഴത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ നീഡ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം സ്ക്രോൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് എടുക്കാനുള്ള വർക്ക് നമുക്ക് കുറച്ച് പേടി തരുന്ന ഭയങ്കര സംഭവമായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പൊ അവിടെ ഒരു ഫിയർ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്തത്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇന്നർ ചൈൽഡും ഉണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇന്നർ പാരന്റും ഉണ്ട്. ഇന്നർ ചൈൽഡിനെ യൂഷ്വലി ഇന്നർ പാരന്റ് വിസിറ്റ് ചെയ്യുന്നത് ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, നമ്മുടെ പാരന്റ്സ് അഥവാ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടും. അപ്പം ഈ ഇന്നർ ചൈൽഡിനോട് നമ്മുടെ ഉള്ളിലെ ഇന്നർ പാരന്റ് കുറച്ച് കൈൻഡായിട്ട് സംസാരിക്കുക. കോൺവെർസേഷൻ കുറച്ചൊന്നും, അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പോലീസുകാർ പോലും നാണിച്ചു പോകണം, പോലീസുകാരെ കുറ്റം പറയല്ല. ആ ലാംഗ്വേജ് ആണ് നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡിനോട് ഉപയോഗിക്കുന്നുണ്ടാവുക. നമ്മുടെ ഇഷ്യൂ അത് അവിടെയാണ് കിടക്കുക. സോ ആ കോൺവെർസേഷൻ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഞാൻ എന്നോട് ഏത് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്, ഞാൻ എനിക്ക് എന്ത് റെസ്പെക്റ്റ് ആണ് കൊടുക്കുന്നത്. ഒരു മനുഷ്യന്റെ ബേസിക് നീഡാണ് റെസ്പെക്ട്, അവന്റെ ഐഡന്റിറ്റീനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം. ഞാൻ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വിധമുണ്ട്. അതൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഈ ലോകത്ത് നമ്മൾ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന, ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നമ്മൾ എന്ത് റെസ്പെക്റ്റ് ആണോ കൊടുക്കുന്നത് അതേ സാധനം നമ്മൾ നമുക്ക് കൊടുക്കുക. നമ്മുടെ കുഞ്ഞിനെ ഏത് രീതിയിലാണോ നമ്മൾ ഹേർട്ട് ചെയ്യാതെ ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞിട്ടത്. ഹൈ അച്ചീവേഴ്സ് എല്ലാം തന്നെ ഇന്നർ ചൈൽഡുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ചൈൽഡ് ലൈക്ക് ആയിട്ടുള്ള എനർജി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് സെൽഫ് ആക്സെപ്റ്റൻസ് ആണ്, സെൽഫ് റെസ്പെക്റ്റ് ആണ്, സെൽഫ് ലവ് ആണ് അതിൻ്റെയൊക്കെ ബേസ്. സെൽഫ് ലവ് എന്നൊക്കെ ഇപ്പൊ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഈ പറയുന്നതിന്റെ ഒക്കെ അപ്പുറത്തേക്കാണ് സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം കിടക്കുന്നത്. നമ്മളെ റെസ്പെക്ട് ചെയ്തിട്ടില്ല, നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല, എക്നോളജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾക്കും അത് പറ്റില്ല. നമ്മളെ ഭൂമിയിലെ ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് നമ്മളെ റെസ്പെക്ട് ചെയ്യുക, നമ്മളെ എക്നോളജ് ചെയ്യുക, നമ്മളെ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി എല്ലാ സാധനവും അത് കഴിഞ്ഞിട്ട് വരുന്നത്. സോ ബി കൈൻഡ് ടു യുവർ സെൽഫ്. ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ നിൽക്കേണ്ട ഒരു കാര്യമില്ല. നല്ല ടഫാണ് പറയാൻ, നല്ല എളുപ്പമാണ് കാര്യം. ഞാൻ ഈ പറയുമ്പോൾ ഞാൻ എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതി എനിക്കറിയാം. ഞാനത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാം. സ്റ്റിൽ എൻ്റെ ഒരു ക്രിറ്റിസിസം നിർത്താൻ ഭയങ്കര പാടാണ്. അപ്പോ ചില ദിവസമൊക്കെ നമ്മൾ വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അന്ന് ശരിക്കും നമുക്ക് വേണ്ടത് കെയർ ആണ്, റെസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ഒരു ദിവസം പണിയെടുക്കാൻ പറ്റിയിട്ടില്ല, ഇനി എപ്പോഴാന്ന് പറഞ്ഞിട്ട് നമ്മള്, അല്ലെ, ഒരു അസുഖം വന്നാൽ നമ്മളെ കെയർ ചെയ്യും. സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അത്രയും പെർഫെക്ഷനിസ്റ്റ് അല്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട്. അതെല്ലാവരും ഉണ്ട് സാറേ, എനിക്കുണ്ട്. എല്ലാവർക്കും ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പേഴ്സണാലിറ്റി ചിലർക്ക് അതിന്റെ അസ്കിത. സാറിപ്പോ പറഞ്ഞ 5 വീഡിയോ ചെയ്യണം, ഇന്ന് 5 കണ്ടന്റ് തയ്യാറാക്കണം. എന്നാ പിന്നെ നാളെ ആകാം 5 ഒരു ആ സംഭവം വരുമ്പോഴാണ് ഞാൻ അതാണ് ഹിലാലിന്റെ അടുത്ത് പറഞ്ഞത്. ശരത് സാറിന്റെ കേസിൽ നമുക്ക് ഇടപെടേണ്ട ഒരു പാർട്ട് കോണ്ടന്റ് ക്രിയേഷനില് ഈ എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വീക്ക്ലി വൺസ്, അല്ലെ സാറിന് എങ്ങനെയാണ് അത് കൺവീനിയന്റ് ആയിട്ടുള്ളത്, ആരെയാണ് സാറിന് സപ്പോർട്ടിന് എടുക്കാൻ പറ്റും. ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. ഈസ് ദർ എനിവൺ ഹു ക്യാൻ സപ്പോർട്ട് യു? ചെയ്യാനോ കണ്ടന്റ്, മറ്റൊരാളുടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്നെ കഴിഞ്ഞുള്ള ആള്. അതിന് സാർ എന്നെ കണക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. കാരണം എനിക്ക് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് മേഖല എടുത്താലും എന്റെ എക്സ്പീരിയൻസ് അവിടെ ശകലമെങ്കിലും കാണും. അപ്പോ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറച്ച് മേഖലയിലാണ് ഇപ്പൊ നമ്മുടെ ടെക്നിക്കൽ സൈഡിലും അല്ലെങ്കിൽ ഇപ്പം മാം പറയുന്ന ഈ എന്താ പറയുന്നത്
ഈ ഒരു ഈ കോച്ചിങ് സൈഡിൽ വരുന്നത്. അപ്പോ ബാക്കി പ്രസന്റ്ലി ഉള്ളവർ ഇപ്പൊ BAMS പറഞ്ഞു കഴിഞ്ഞാൽ BAMS അഡ്മിഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ BAMS ഡോക്ടേഴ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത് എന്നുള്ളൊരു ഇനിഷ്യലൊക്കെ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാം അഡ്മിഷൻ മേഖലയാണ്. അപ്പൊ അവിടെ അവരുടെ മെന്റാലിറ്റി എന്താണ്, പേരൻസിന്റെ മെന്റാലിറ്റി എന്താണ്, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്നൊക്കെ എനിക്കറിയാം. അവിടെ എനിക്ക് ഒരു പരിധി വരെ സാറിന് സഹായിക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെ വീഡിയോസ് ഇപ്പം അതിന് പ്രവീൺ സാർ പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ എല്ലാം